ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പഴത്തിൻ്റെ സ്നാക്സാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പഴമൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ വ്യത്യസ്ത രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. കാരണം പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു നെയ്യിൻ്റെ ഫ്ലേവറും നാളികേരമൊക്കെ അതിലുണ്ട്. അപ്പം നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടാവുന്ന വൈകുന്നേരം ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ദിവസം പഴം കഴിച്ച് മടുത്തവർക്ക് ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ നേന്ത്രപ്പഴം ഉള്ള സമയമാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന്. മീഡിയം സൈസിലുള്ള 2 പഴമാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അളവിനനുസരിച്ചൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാനത് ചെറുതാക്കി നൈസാക്കിയിട്ട് അരിയണം. നൈസാക്കി എടുത്തപോലെ 4 ഞാൻ പറയില്ല, കാരണം ഞാൻ അതിലും ചെറുതാക്കിയിട്ടാണ് അരിയുന്നത്. കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ഇതുപോലെ കേട്ടോ. ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണോളം നെയ്യാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴം ഒന്ന് നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. അതിന് വേണ്ടിയിട്ട് ഈ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴത്തിലേക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും. അപ്പോൾ പച്ച പഴത്തിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടും. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റുന്നതിനനുസരിച്ച് നന്നായി വേവുമ്പോൾ നമുക്ക് പഴം ഒന്ന് ഉടച്ചിങ്ങനെ എടുക്കുക കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചുടച്ച് എടുക്കുക. കുറച്ചും കൂടി ഞാൻ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പഴം ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഉടയ്ക്കണം എന്നൊന്നുമില്ല, കാരണം ഇത് ബോൾ രൂപത്തിലാക്കുമ്പോൾ നമ്മളൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ചെയ്യുന്നത്. കുറച്ചൊക്കെ കഷ്ണം അതിലിട്ടാലും നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ മിക്സിയിലൊന്നും അടിക്കാതെ നമ്മൾ പഴം ഉടയ്ക്കാണ്ട് ഇതിലേക്ക് ഇടുന്നത്. ഇത് കയ്യിൽ വെച്ച് ഉടയ്ക്കുമ്പോൾ ഒരുപാട് ഉടഞ്ഞ് കിട്ടില്ല, എന്നാൽ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനൊരു കഷ്ണം ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ ബട്ടറും നെയ്യൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ഇഷ്ടമാവും. അതുകൊണ്ട് കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും ഞാൻ പഴം ഇതിലേക്ക് തന്നെ ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ പഴം ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്, നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ ഒന്ന് നന്നായി ഉടച്ചെടുക്കാം. ഇപ്പോൾ പഴമൊക്കെ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായി നമ്മൾ ഇടുന്നത് ഒരു 1/4 കപ്പ് റവയാണ്. നമ്മൾ വറുത്ത റവയോ അല്ലെങ്കിൽ വറക്കാത്ത റവയോ ഏത് റവയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ റവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ 1 കപ്പ് നാളികേരം, പിന്നെ 1 സ്പൂണ് ഏലക്ക പൊടിച്ചത്. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഞാൻ ഇവിടെ ഇട്ടത്. നിങ്ങൾക്ക് ഏലക്ക മാത്രമാണെങ്കിൽ ഒരു 2 3 ഏലക്ക മാത്രം ഇതിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് ഒരു 1.5 കപ്പ് പാലാണ്. അതിൽ ആദ്യം 1 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ആണ് പിന്നെ 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ്, ടോട്ടൽ 1.5 കപ്പ് പാലാണ്. അപ്പോൾ പാല് നമ്മൾ എടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിൽ പാലും റവയും പഴവും ഒക്കെ കൂടി അതിലേക്ക് നന്നായി കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഒരു 1/2 കപ്പും കൂടി ഒന്ന് കൂടി ചേർന്നിട്ട് ഒരു 1/2 കപ്പും കൂടി ഒഴിച്ച് ഇത് പാലും റവയും കൂടി ഇതിൽ കിടന്ന് നന്നായി വറ്റി വരണം. അപ്പം മീഡിയം ലെവലിൽ ഗ്യാസ് സിമ്മിലാക്കി മീഡിയം ലെവലിലാക്കുക ഗ്യാസ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇടുക. പിന്നെ അതേ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇടാം. ശർക്കര വേണ്ടവർക്ക് ശർക്കര ഉരുക്കി പാരാം. ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ടത്. അപ്പോൾ ഒരു 2.5 സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ 2.5 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റോളം ഇതുപോലെ ഇളക്കണം. പാല് നന്നായി വറ്റി വരണം. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് ആവണ്ട വെച്ചിട്ട്. അപ്പോൾ ഏകദേശം എനിക്ക് ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട് മാവ്. ഫുള്ള് പാൽ ഇതിലേക്ക് പിടിച്ചിട്ട് നന്നായി ഒന്ന് ഇതുപോലെ അങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കൂലേ അതുപോലെ മാവ് കുഴച്ചെടുക്കണം. നമ്മൾ കയ്യിൽ ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്ര ലെവലിൽ നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിടുക. ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കയ്യിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഈ ബോൾസ് എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം.
ഒന്നുകിൽ നിങ്ങൾ പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ബോളായിട്ട് ഉരുട്ടിയെടുക്കുക. അല്ല നിങ്ങൾക്കിത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ കൈ വെച്ചിട്ട് കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതുപോലെ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. എല്ലാം ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. അപ്പോൾ നല്ല ഒരേ രീതിയിൽ തന്നെ നമ്മൾ ബോൾസ് ഒരേ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. ഞാനെല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസ് തന്നെ കഴിക്കാം. അത്രയും ഒക്കെ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാനിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ ബോൾസൊക്കെ ഈ പാനിലേക്ക് വെച്ചിട്ട് ഒന്ന് ബ്രൗൺ നിറത്തിൽ, ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാവുന്ന വരെ ഈ പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോൾസൊക്കെ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒന്ന് പാനൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ബോൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ആയി കിട്ടും. നല്ലൊരു ടേസ്റ്റാണ്. ഈ നെയ്യിൽ കിടന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഴം കഴിക്കാത്തവരും പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുമല്ല ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല വെന്തിട്ട് നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റുള്ളൊരു, അതിൽ നാളികേരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പാലിൻ്റെ ടേസ്റ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലത്തെ ബോൾസൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന്, കാണാത്തവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.